friends, Assalamualaikum. Welcome back. Hope you all are doing good. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒന്നാണ് ക്ലട്ടർ. നമ്മുടെ വീട് ഓർഗനൈസ്ഡ് അല്ലാണ്ടിരിക്കുമ്പോൾ എല്ലാം അലങ്കോലമാക്കി എടുക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാനൊരു മോട്ടിവേഷൻ കിട്ടില്ല. പിന്നെ മാത്രമല്ല മണിക്കൂറുകളോളം ഓരോ സാധനങ്ങൾ തിരഞ്ഞിട്ടും ഒക്കെ ആയിട്ട് നമ്മൾക്ക് ഒരുപാട് സമയമെടുക്കും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടൊരു കാര്യമാണ് എല്ലാ ചെറിയ സാധനങ്ങൾക്കും ഒരു ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള സ്ഥലം ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് നല്ല കുറച്ച് ഓർഗനൈസേഴ്സാണ്. ഈ ഓർഗനൈസേഴ്സ് ഒരു 10 പൈസ ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ എന്താ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ 10 നോ കോസ്റ്റ് ഓർഗനൈസേഴ്സാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ 1K ഫാമിലി കഴിഞ്ഞിരിക്കുന്നു. വളരെ സന്തോഷം. എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ ഒരു ബിഗ് താങ്ക്സ്. നമ്മുടെ ഫസ്റ്റ് ഓർഗനൈസർ വന്നിട്ട് ഈ ഐസ്ക്രീം കപ്സാണ്. നമുക്ക് കപ്പ് ഐസ്ക്രീം മേടിക്കുമ്പോൾ അല്ലെങ്കിൽ ബോൾ ഐസ്ക്രീം മേടിക്കുമ്പോൾ ഒക്കെ കിട്ടുന്ന ഇതുപോലത്തെ ചെറിയ കപ്പുകൾ ഉണ്ടാവുമല്ലോ. ഇത് നമ്മളുടെ കുട്ടികളുടെ ക്രയോൺസ് ഇട്ട് വെക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഐറ്റംസ് ഇട്ട് വെക്കാനും വളരെ യൂസ്ഫുള്ളാണ്. മിക്ക കപ്പുകൾക്കും ക്യാപ്പും വരും. അപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാം. സെക്കൻഡ് വൺ കാർഡ്ബോർഡ് ബോക്സസ് ആണ്. ഇപ്പോൾ എന്തെങ്കിലും ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് മേടിക്കുമ്പോഴോ ഒക്കെ കിട്ടുന്ന ചെറിയ കാർട്ടൺസ് ഉണ്ടാവുമല്ലോ, അത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഓർഗനൈസേഴ്സ് ആയിട്ട് ഷെൽഫിലും കബോർഡിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. തേർഡ് വൺ ടിഷ്യൂ ബോക്സസ് ആണ്. അത് ഇതുപോലെ അതിൻ്റെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പെർഫ്യൂംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാം. ചിപ്സുകൾ മേടിക്കുമ്പോൾ കിട്ടുന്ന ഇതുപോലത്തെ സിലിണ്ടറിക്കൽ കണ്ടെയ്നേഴ്സ് ഞാൻ ചീർപ്പുകൾ ഇട്ട് വെക്കാനാണ് യൂസ് ചെയ്യുന്നത്. ഇതും നല്ലൊരു ഓർഗനൈസറാണ്. സ്വീറ്റ്സ് ഡേറ്റ്സ് ഒക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഇതുപോലത്തെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സും നമുക്ക് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പ്രീപാക്ഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബോക്സുകളുണ്ടല്ലോ. ഇതിപ്പോൾ മഷ്റൂമിൻ്റെ ബോക്സാണ്, പിന്നെ സ്ട്രോബെറിയുടെ ബോക്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ ഇട്ട് വെക്കാൻ യൂസ് ചെയ്യാം. ടിൻ ഫുഡ് ക്യാൻസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഇതുപോലത്തെ കുഞ്ഞ് ടിന്നുകളും ക്യാനുകളും ഒക്കെ നമുക്ക് നല്ല ഓർഗനൈസേഴ്സായിട്ട് കീപ്പ് ചെയ്യാം. ഇപ്പോൾ ഇത് ഞാൻ സ്വീറ്റ് കോൺ വാങ്ങിച്ചപ്പോൾ കിട്ടിയ ഒരു ടിന്നാണ്. അത് ഞാൻ സൂചി നൂല്, പിന്നെ നഖം വെട്ടി, പിന്നെ നഖം ഫയൽ ചെയ്യുന്ന സാധനം, അങ്ങനെയുള്ള കുറച്ച് സിമിലർ ആയിട്ടുള്ള ഐറ്റംസൊക്കെ അതിൽ ഞാൻ കീപ്പ് ചെയ്തിരിക്കുകയാണ്. ജ്വല്ലറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഇതുപോലത്തെ ബോക്സസ്, പേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് ഓർഗനൈസേഴ്സായിട്ട് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഒരു ജ്വല്ലറിയിൽ നിന്ന് കിട്ടിയ ഒരു ബോക്സാണ്. ഇതിനേക്കാളും കുറച്ച് വലിയ ബോക്സ് അങ്ങനത്തെ ടൈപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പഞ്ച് പോലത്തെ ഒരു സാധനം ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് പിന്നൊക്കെ കുത്തി വെച്ചിട്ട് ഇതുപോലെ സേഫ്റ്റി പിൻസൊക്കെ നമുക്ക് നന്നായി ഓർഗനൈസ് ചെയ്ത് വെക്കാം. ആക്രിലിക് പെയിൻ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അതിൻ്റെ ബോക്സുകൾ ഉണ്ടാവും. അത് കറക്റ്റ് ഒരു നമ്മൾ മേടിക്കുന്ന പ്ലാസ്റ്റിക് ഓർഗനൈസേഴ്സിൻ്റെ പോലെ തന്നെയാണ്. അപ്പോൾ അതിൽ നമുക്ക് റിങ്ങുകൾ, ചെറിയ കമ്മലുകൾ ഒക്കെ നമുക്ക് നല്ല വൃത്തിയിൽ ഓർഗനൈസ് ചെയ്യാം. വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒന്നാണ് ഫോൺ കേസുകൾ. അത് നല്ല ഹാർഡായിരിക്കും, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേടുവൊന്നും പോകുന്നില്ല. ഇപ്പോൾ ഇതുപോലെ കളർ പെൻസിലുകൾ, പിന്നെ നമ്മളുടെ ബാൻഡ്, ഹെയർ ബാൻഡ്, ഹെയർ ആക്സസറീസ് ഒക്കെ നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇഷ്യൂവിന് സ്കൂളിലേക്ക് ഹെയർ ആക്സസറീസ് ബ്ലാക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഞാൻ അതുപോലെ ഒരു ബ്ലാക്ക് ബോക്സിൽ ഓർഗനൈസ് ചെയ്ത് കീപ്പ് ചെയ്തേക്കാണ്. അടുത്തത് ബട്ടർ കുക്കീസൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഇതുപോലത്തെ ടിന്നുകളാണ്. ഇതിൽ 2 എണ്ണം ഞാൻ ഇഷ്യൂവിൻ്റെ ഹെയർ ബാൻഡ്സ് ഓർഗനൈസ് ചെയ്യാനും, പിന്നെ അതിൻ്റെ ഒരു കവർ പോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഓർഗനൈസർ പോലത്തെ ബിസ്ക്കറ്റ് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി വെക്കുന്ന ഒരു ടൈപ്പ് ഉണ്ട്. അതിൽ ഞാൻ എൻ്റെ ഇയർ റിങ്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഞാൻ വെച്ചിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ് ആയതുകൊണ്ട് തന്നെ ജ്വല്ലറീസ് ഒന്നും പെട്ടെന്ന് ഓക്സിഡൈസ് ആയി പോവില്ല. നമുക്ക് എടുക്കാനാണെന്നുണ്ടെങ്കിലും കാണാനാണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിലിരിക്കും.
അടുത്തത് ചോക്ലേറ്റ് ബോക്സസ് ആണ്. ഇങ്ങനെയുള്ള ചോക്ലേറ്റ് ബോക്സസ് കുഞ്ഞ് സ്റ്റഡുകൾ അതുപോലെ തന്നെ ചെറിയ പെൻഡൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ അടിപൊളിയാണ്. ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. ഇത് ഞാൻ നോർത്ത് ഇന്ത്യൻ താലി വാങ്ങിച്ചപ്പോൾ കിട്ടിയ ഡിസ്പോസിബിൾ ഒരു ബോക്സാണ്. ബോക്സ് എന്നോ പ്ലേറ്റ് എന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഇത് വളരെ കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഒന്നിൽ എൻ്റെ മേക്കപ്പ് സാധനങ്ങളും വേറെ ഒന്നിൽ ഇഷുവിൻ്റെ ഹെയർ ആക്സസറീസും ആണ് ഞാൻ കീപ്പ് ചെയ്തിരിക്കുന്നത്. ഫ്രിഡ്ജിൽ പച്ചമുളക്, വേപ്പില, മല്ലിയില അങ്ങനെയുള്ളതൊക്കെ സ്റ്റോർ ചെയ്യാനും ഇതുപോലത്തെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് നല്ല യൂസ്ഫുള്ളാണ്. ബെഡ്ഷീറ്റ്സ് ഒക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബാഗുകൾ നമുക്ക് കുട്ടികളുടെ ടോയ്സൊക്കെ സെപ്പറേറ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ നല്ല ഹെൽപ്ഫുള്ളാണ്. ലാസ്റ്റ് ഇതുപോലത്തെ സിപ്ലോ കവേഴ്സാണ്. സ്റ്റേഷനറീസ് ഒക്കെ ഓർഗനൈസ് ചെയ്യാനും നല്ലൊരു മെത്തേഡാണിത്. ഓരോന്നും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് നല്ല വൃത്തിയിൽ ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സംഗതികളും നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യം പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.